ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു അടിപൊളി ഇൻട്രാഡേ ഇക്വിറ്റി സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കാണുക. നിങ്ങൾ ഇക്വിറ്റിയിൽ ട്രേഡിംഗ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ വളരെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഈ ഇൻട്രാഡേ ഇക്വിറ്റി ട്രേഡിംഗ് സ്ട്രാറ്റജി ആയതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ സ്റ്റോക്ക് സെലക്ഷൻ ചെയ്യണം എന്നുള്ളതും ആ ഒരു സ്റ്റോക്ക് സെലക്ഷൻ ചെയ്യേണ്ട ഒരു സ്ക്രീനറും നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ അവസാനം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കാം. സോ ക്യാമറ പിവോട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഈ ഇക്വിറ്റി സ്ട്രാറ്റജി നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ക്യാമറ പിവോട്ട് യൂസ് ചെയ്തിട്ടാണ്. അപ്പം ഈ ഒരു പിവോട്ട് പോയിന്റ് എന്ന് പറയുന്നത് ഒരു ലീഡിംഗ് ഇൻഡിക്കേറ്റർ ആണ്. ഇത് ഡിറൈവ് ചെയ്തിരിക്കുന്നത് പ്രൈസിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ ക്യാമറ പിവോട്ട്സ് ആർ എ സെറ്റ് ഓഫ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ യൂസ്ഡ് ഇൻ ടെക്നിക്കൽ അനാലിസിസ് ടു പ്രെഡിക്റ്റ് മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് ആൻഡ് റിവേഴ്സൽ. ക്യാമറ പിവോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. ഇതൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലാണ്. മാർക്കറ്റിൽ ഉണ്ടാകുന്ന ബ്രേക്ക്ഔട്ടുകൾ, റിവേഴ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഈ ലെവൽസ് വളരെ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കുവാണെങ്കിൽ യൂസേജ് ഹെൽപ്സ് ട്രേഡേഴ്സ് ടു ഐഡൻറ്റിഫൈ പൊട്ടൻഷ്യൽ റിവേഴ്സൽ ആൻഡ് ബ്രേക്ക്ഔട്ട് പോയിന്റ്സ് ഇൻ ദ മാർക്കറ്റ്. നമ്മൾ കുറച്ച് മുമ്പ് ഇൻട്രൊഡക്ഷൻ ഡിസ്കസ് ചെയ്യും കാര്യം തന്നെ. പൊട്ടൻഷ്യൽ റിവേഴ്സലും ബ്രേക്ക്ഔട്ടും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ആൻഡ് ഇതിൻ്റെ പോപ്പുലാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഡ്ലി യൂസ്ഡ് ബൈ ഡേ ട്രേഡേഴ്സ് ആൻഡ് ഇൻട്രാഡേ ട്രേഡേഴ്സ് ഫോർ ഇറ്റ്സ് അക്യുറസി ഇൻ ഷോർട്ട് ടൈം ട്രേഡിംഗ്. ഇത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു ലെവൽസാണ്. ഓക്കെ, ആൻഡ് പല ആൾക്കാരും സീക്രട്ട്ലി യൂസ് ചെയ്യുന്നതാണ്. പല ആൾക്കാരും പുറത്തൊന്നും പറയില്ല ഈ ലെവൽസൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, സോ ആൻഡ് ഓൾസോ പ്രൊഫഷണൽ ട്രേഡേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ ആൽഗോ ബേസ്ഡ് ട്രേഡേഴ്സൊക്കെ ഒരുപാട് ഈ ലെവൽസ് യൂസ് ചെയ്തിട്ട് പല സ്ട്രാറ്റജികളും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഈ ലെവൽസ് നമ്മൾ ചാർട്ടിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നോർമലി നമ്മൾ പിവോട്ട് പോയിന്റ് ആഡ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് R1, R2, R3, R4, S1, S2, S3, S4 എന്ന രീതിയിലുള്ള ലെവൽസാണ് നമുക്ക് വരിക. ഓക്കെ, ആൻഡ് ഇതിൻ്റെ കാൽക്കുലേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ക്ലോസ് പ്രൈസും ഹൈ പ്രൈസും ലോ പ്രൈസും ഈ ഒരു ഇക്വേഷനിൽ ചെയ്തിട്ടാണ് ഈ ഒരു ലെവൽസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പം ഇനി നമുക്കിതെങ്ങനെയാണ് ചാർട്ടിൽ ആഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ചാർട്ടിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും ലെവൽസ് ആണ് വരുന്നത്. R4, R3, R2, R1, S1, S2, S3, S4 ആൻഡ് റീസെൻ്റ്ലി S5 ആൻഡ് R5 ലെവലും ഇപ്പം പ്രൊവൈഡ് ചെയ്യാറുണ്ട് പല ബ്രോക്കേഴ്സും, R5ഉം S5ഉം. ഓക്കെ, ബട്ട് നമ്മൾ ഇത്രയും ലെവൽസ് നമ്മൾ യൂസ് ചെയ്യില്ല. ഇതിൽ നിന്ന് ആകെ 4 ലെവൽസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. അതാണ് ഏറ്റവും മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ലെവൽ. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചാർട്ടിൽ എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഫയേഴ്സിൻ്റെ പ്ലാറ്റ്ഫോം എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഇൻഡിക്കേറ്റർ എല്ലാ പ്ലാറ്റ്ഫോമിൽ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇൻഡിക്കേറ്റർ സെക്ഷനിലോട്ട് പോയിട്ടുണ്ട്. സോ ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്യുവാണ് പിവോട്ട് പോയിന്റ് സ്റ്റാൻഡേർഡ്. ഓക്കെ, സോ പിവോട്ട് പോയിന്റ് സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ കുറച്ച് ലെവൽസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നോർമൽ സ്റ്റാൻഡേർഡ് പിവോട്ട് ലെവലാണ്. അത് ഞാൻ അതിൻ്റെ സെറ്റിങ്സിലോട്ട് മാറ്റി, നമുക്കിനി എന്താണ് ക്യാമറയിലാണ് വേണ്ടത് അല്ലേ, അതിൻ്റെ സെറ്റിങ്സിലോട്ട് മാറ്റിയിട്ട് ഞാനിവിടെ ട്രഡീഷണൽ എന്ന ഓപ്ഷനിലാണ് ഇപ്പം ഡിഫോൾട്ടായിട്ട് വരിക. അത് മാറ്റി ഞാൻ ക്യാമറ ലെവൽസ് ആഡ് ചെയ്തിട്ട് ഓക്കെ ഞാൻ ക്ലിക്ക് ചെയ്തു. ഓക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്രയും ലെവൽസ് ഉണ്ട് അല്ലേ. ചാർട്ട് ആകെ ഒരു കൺഫ്യൂഷനാണുള്ളത്. ഇത്രയും ലെവൽസ് ഉണ്ട് അല്ലേ, ഏകദേശം 6, 7, 8 ലെവൽസിൻ്റെ അടുത്ത് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷനാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിൽ നിന്ന് ഏറ്റവും സീക്രട്ട് ആയിട്ടുള്ള 4 ലെവൽസ് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് അത്? ജസ്റ്റ് ഞാൻ വീണ്ടും സെറ്റിങ്സിലോട്ട് പോയി സ്റ്റൈലിലോട്ട് പോയിട്ട് നമുക്കിതിൽ 4 ലെവൽസ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ പിവോട്ട് പോയിന്റ് ഞാൻ അൺടിക്ക് ചെയ്തു. അത് നമുക്ക് ആവശ്യമില്ല. S1 ആൻഡ് R1 നമുക്ക് ആവശ്യമില്ല. S2 ആൻഡ് R2 നമുക്ക് ആവശ്യമില്ല. ഈ 3 ലെവലും ഞാൻ എന്താണ് അൺടിക്ക് ചെയ്തു. ഇത് നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമായിട്ടുള്ള ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ S3 ആൻഡ് R3, S4 ആൻഡ് R4 ഇത് മാത്രം മതി. ഓക്കെ, സോ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചാർട്ടിൽ കാണാൻ വേണ്ടി പറ്റും. നല്ല ക്ലിയർ ആയിട്ട് ആ ഒരു ലെവൽ നല്ല രീതിയിൽ തന്നെ റെസ്പെക്റ്റ് ചെയ്തതായിട്ട് കാണാം അല്ലേ. ഇപ്പോൾ നിഫ്റ്റി 50യുടെ ചാർട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്വിറ്റി ട്രേഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ലെവൽ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ചാർട്ടിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ചാർട്ടിൽ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഇനി നമുക്ക് ഈ ലെവൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ R3 ആൻഡ് R4, S3 ആൻഡ് S4 മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി എങ്ങനെ ഇത് ഇൻ്റർപ്രറ്റ് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, R4 ആൻഡ് S4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം ലെവൽസ് ഇൻഡിക്കേറ്റിംഗ് പൊട്ടൻഷ്യൽ ബ്രേക്ക്ഔട്ട് പോയിന്റ്.
R4 ആൻഡ് S4 എന്ന് പറയുന്നത് ബ്രേക്ക് ഔട്ട് നടക്കാനുള്ള എക്സ്ട്രീം ലെവലാണ്. അതായത് ഈ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും മാർക്കറ്റിൽ സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇനി R3 ആൻഡ് S3 കീ ലെവൽസ് ഫോർ പൊട്ടൻഷ്യൽ ഇൻട്രാഡേ റിവേഴ്സൽ. ഇൻട്രാഡേ മാർക്കറ്റ് ട്രേഡിങ്ങിൽ അല്ലെങ്കിൽ ഇൻട്രാഡേ മാർക്കറ്റിൽ R3 ആൻഡ് S3 എന്ന് പറഞ്ഞത് ആ ലെവലിൽ നിന്ന് റിവേഴ്സൽ ആകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതാണ് ഈ ലെവലിൻ്റെ ഇമ്പോർട്ടൻസ്. ഇത് നിങ്ങൾക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. R4 ആൻഡ് S4 ബ്രേക്ക് ഔട്ട്, R3 ആൻഡ് S റിവേഴ്സൽ പോയിന്റ്. ഓക്കെ, ഇനി നമുക്കിത് യൂസ് ചെയ്തിട്ട് എങ്ങനെ ട്രേഡുകൾ കൺസിഡർ ചെയ്ത് നോക്കാം. ഹൗ ടു യൂസ് ക്യാമറ പിവോട്ട് ട്രേഡിംഗ് സ്ട്രാറ്റജി. നമ്മൾ ഡയറക്റ്റ്ലി ട്രേഡിംഗ് സ്ട്രാറ്റജിയിലോട്ട് പോവുകയാണ്, കൂടുതൽ നമ്മളൊന്നും പറയുന്നില്ല. സോ റിവേഴ്സൽ ട്രേഡ്, എൻ്റർ trades at R3 or S3 levels anticipating a market reversal. മാർക്കറ്റ് എപ്പോഴാണോ R3 ലെവലിലോട്ട് വരുന്നത്, S3 എന്ന് മീൻസ് S4 സപ്പോർട്ട്, അപ്പം സപ്പോർട്ട് ലെവലിലോട്ട് വരുന്നത്, അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ നിന്നൊരു റിവേഴ്സൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊരു ബൈ എൻട്രി നമുക്ക് എടുക്കാം. ഓക്കെ, മാർക്കറ്റ് എപ്പോഴാണോ R3 വരുന്നത്, R3 മീൻസ് റിവേഴ്സൽ, അവിടെ നിന്ന് നമ്മൾ എന്താണ് ഒരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്താണ് ഒരു സെൽ എൻട്രി നമുക്ക് എടുക്കാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് വെക്കുന്നത് R3യിൽ നമ്മൾ ബൈ എൻട്രി എടുക്കുകയാണെങ്കിൽ R4ൻ്റെ താഴെ അല്ലേ, ഇത് R3 ആണ്. R3 നമ്മൾ സെൽ എൻട്രി ആണ് എടുക്കുന്നത്. R3 നമ്മൾ സെൽ എൻട്രി എടുക്കുകയാണെങ്കിൽ R4ൻ്റെ മുകളിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കണം. ഞാനത് നെക്സ്റ്റ് സ്ലൈഡിൽ ഞാനൊരു എക്സാമ്പിളായിട്ട് കാണിക്കാം, അപ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ദെൻ S3യിൽ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ S4 ലെവലിൻ്റെ താഴെ SL നമ്മൾ കീപ്പ് ചെയ്യണം. ഓക്കെ, ഇനി ബ്രേക്ക് ഔട്ട് എൻട്രി നമ്മൾ നോക്കുന്ന സമയത്ത് എൻ്റർ ട്രേഡ് വെൻ എ പ്രൈസ് ബ്രേക്സ് ത്രൂ R4 ആൻഡ് S4 നമുക്കറിയാം ബ്രേക്ക് ഔട്ട് ലെവലാണ്. അപ്പം എപ്പോഴാണോ R4 ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത്, അപ്പം നമുക്ക് എന്താണ് ബൈ എൻട്രി എടുക്കാം. ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് നമുക്ക് പല രീതിയിൽ, പല ആൾക്കാരും പല രീതിയിലാണ് ബ്രേക്ക് ഔട്ടിനെ സമീപിക്കുന്നത്. പല ആൾക്കാരും 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ഔട്ട് കൺഫേം ചെയ്യാറുണ്ട്. ചില ആൾക്കാർ ബ്രേക്ക് ഔട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ഔട്ട് കൺഫേം ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ബെസ്റ്റ് എന്ന് തോന്നുന്നത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ നോർമലി അറ്റ് ബിഗിനിങ് സ്റ്റേജിലൊക്കെ ഒരു 3 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് 3 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ബ്രേക്ക് ഔട്ട് കൺഫേം ചെയ്യാറുണ്ട്. അത് പല രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം, ഇങ്ങനെ തന്നെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക ബ്രേക്ക് ഔട്ട് കൺഫേം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ R4 ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ബൈ എൻട്രി എടുക്കുന്നു. ദെൻ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം, R3ൻ്റെ താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നു. S4 ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ S3ൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഒരു സെൽ എൻട്രി നമ്മൾ എടുക്കുന്നു. ഓക്കെ, ഇതാണ് സിമ്പിൾ സ്ട്രാറ്റജി. നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ ഇമേജിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. നെക്സ്റ്റ്, യൂട്ടിലൈസിങ് ഇൻട്രാഡേ പ്രൈസ് ആക്ഷൻ ആൻഡ് അലൈൻ വിത്ത് ദ കറൻറ്റ് ട്രെൻഡ് വിൽ പ്രൊവൈഡ് യു വിത്ത് ആൻ അഡീഷണൽ എഡ്ജ് ഇൻ ട്രേഡിംഗ്. നമ്മൾ ഇതിൽ നിന്ന് ഫോർ എക്സാമ്പിൾ S3 എന്നൊരു റിവേഴ്സൽ ട്രേഡ് എടുക്കുകയെന്ന് വിചാരിക്കാം. ഓക്കെ, നമ്മൾ ഇവിടുന്ന് ഒരു എൻട്രി നമ്മൾ എടുത്തു. അപ്പോൾ ഇത് മുകളിലോട്ട് സക്സസ് ആവാനുള്ള സാധ്യത, റിസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡ് ഒരു ബുള്ളിഷ് ട്രെൻഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സക്സസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയാം അല്ലേ. അപ്പം റിസെൻ്റ് പ്രൈസ് ആക്ഷനും അല്ലെങ്കിൽ റിസെൻ്റ് കറണ്ട് മാർക്കറ്റ് ട്രെൻഡൊക്കെ നോക്കിയിട്ട് നമ്മളൊരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ എഡ്ജ് നമുക്ക് അവിടെ കിട്ടും ഈ ഒരു ട്രേഡിങ്ങിൽ. അപ്പോൾ അത് നിങ്ങളുടെ പ്രൈസ് ആക്ഷൻ നോളജ് അനുസരിച്ചിട്ട് കറണ്ട് ട്രെൻഡും മാർക്കറ്റൊക്കെ നോക്കിയിട്ട് നമുക്ക് ട്രേഡുകൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇപ്പം ഫോർ എക്സാമ്പിൾ R4 ബ്രേക്ക് ഔട്ട് നടക്കുവാണെന്ന് വിചാരിക്കുക അല്ലെ, ഒരു സ്റ്റോക്ക് R4 ബ്രേക്ക് ഔട്ട് നടത്തി. അപ്പോൾ അന്നത്തെ ദിവസം ആ ഒരു സ്റ്റോക്കിൽ ന്യൂസ് റിസൾട്ട് വന്നിട്ടുണ്ട്, ക്വാർട്ടർ റിസൾട്ട് വളരെ പോസിറ്റീവായിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കറിയാം ഓക്കെ ബ്രേക്ക് ഔട്ട് നടക്കാനുള്ള സാധ്യത, ബ്രേക്ക് ഔട്ട് നടന്ന് അത് സസ്റ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് സക്സസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് നമുക്ക് പറയാം. കാരണം അതൊരു അഡീഷണൽ എഡ്ജാണ്. അതുപോലെ നമുക്ക് കറണ്ട് മാർക്കറ്റ് ട്രെൻഡും പ്രൈസ് ആക്ഷനൊക്കെ നോക്കിയിട്ട് നമുക്കൊരു അഡീഷണൽ എഡ്ജ് കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രാക്ടിക്കൽ എക്സാമ്പിൾ നോക്കാം. ഇത് ലാർസൻ ആൻഡ് ടർബോ L&Dയുടെ ചാർട്ടാണ്. 5 മിനിറ്റിൻ്റെ ചാർട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കറിയാം കറണ്ട് മാർക്കറ്റ് ട്രെൻഡ്, ഇത് കഴിഞ്ഞ ദിവസം ചാർട്ടാണ്. കറണ്ട് മാർക്കറ്റ് ട്രെൻഡ് ഒരു മോഡറേറ്റ്ലി ബീറിഷ് ആണ്, നെഗറ്റീവിലാണുള്ളത്. സോ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, S3ൻ്റെ മുകളിൽ ഓപ്പൺ ചെയ്തു. സോ അപ്പോൾ നിങ്ങളൊരു ബ്രേക്ക് ഔട്ട് ട്രേഡറാണ്, അപ്പോൾ ബ്രേക്ക് ഔട്ട് നല്ല ലൊക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം S4 S3 ലെവൽ ഇവിടെ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, ക്യാമറ ലെവൽ. അപ്പം എപ്പോഴാണോ S4 ലെവൽ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്, അപ്പോൾ നമ്മൾ പഠിച്ച സ്ട്രാറ്റജി പ്രകാരം നമുക്ക് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സെൽ എൻട്രി നമുക്ക് ഇവിടുന്ന് എടുക്കാം. സെൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം, ഇതിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാം. ടാർഗറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനെപ്പോഴും സ്റ്റോക്ക് ട്രേഡിങ്ങിൽ ഞാൻ പറയുന്നത് മിനിമം 1:1.5 എങ്കിലും ബുക്ക് ചെയ്യാനാണ് നിങ്ങൾ
ചെയ്യുന്നത്. അതിൽ കൂടുതൽ നമുക്ക് റിസ്ക് റിവാർഡ് കിട്ടും. അത് നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ചിട്ട് ഇപ്പോൾ നല്ല സ്ട്രോങ് മൊമെൻ്റൊക്കെ വരുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് മാക്സിമം റിസ്ക് റിവാർഡ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അല്ലെങ്കിൽ മിനിമം 1:1.5 ഇല്ലെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ മിനിമം 1:1.5 അല്ലെങ്കിൽ ആസ് പെർ നിങ്ങളുടെ റിസ്ക് റിവാർഡ് 1:2 ആണെങ്കിലും ഓക്കെയാണ്. ബട്ട് അത് കീപ്പ് ചെയ്ത് നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ചിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എക്സാക്ട്ലി കാണാം ബ്രേക്ക് ഡൗൺ നടത്തി കഴിഞ്ഞ് പിന്നെ ഒരു ഡൗൺ സൈഡ് മൂവ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം S3 S4 ക്യാമ്പർ ലെവലാണ്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. JSW സ്റ്റീലിൻ്റെ 5 മിനിറ്റ് ചാർട്ട്. അപ്പോൾ റിസെൻറ്റ് ട്രെൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അപ്പ് ട്രെൻഡിങ് മാർക്കറ്റാണ്. സോ മാർക്കറ്റ് വന്നു സ്ലോലി. ഇവിടെ ഞാൻ ക്യാമറ ലെവൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട് R4 R3. സോ ഫൈനലി ഈ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് ആ ഒരു ക്യാൻഡിൽ അവിടെ ക്ലോസ് ചെയ്തിട്ട് കാണാം. അപ്പോൾ എന്താണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. സോ അത് സക്സസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല കാരണങ്ങൾ കൊണ്ട് പറയാം. റിസെൻറ്റ് ട്രെൻഡ് പോസിറ്റീവിലാണ്. എസ്പെഷ്യലി R4 ലെവൽ, ക്യാമറയിലെ R4 ലെവൽ കൂടിയുണ്ട്. അതൊരു എക്സ്ട്രീം ലെവലാണ്. ഓക്കെ, അപ്പോൾ ആ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് വെരി സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്യുക, സ്റ്റോപ്പ് ലോസിൻ്റെ താഴെ വെക്കുക, പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. റൈറ്റ്, അപ്പോൾ ഇത് രണ്ടും നമ്മൾ ബ്രേക്ക് ഔട്ടിൻ്റെ എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് റിവേഴ്സലിൻ്റെ. സോ ഇത് ഹിന്ദുസ്ഥാൻ യൂണിലെവറിൻ്റെ 5 മിനിറ്റിൻ്റെ ചാർട്ടാണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ സർക്കിളിൽ മാർക്ക് ചെയ്ത ലെവൽസൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എവിടെ നിന്നാണ് എക്സാക്ട്ലി റിവേഴ്സിൽ വന്നിരിക്കുന്നത് എന്നുള്ളത്. എവിടെ നിന്നാണ് എക്സാക്ട്ലി ആ S3 ലെവലിൽ നിന്ന്, ദെൻ R4 ലെവലിൽ നിന്ന്, S3 ലെവലിൽ നിന്ന്, R4 ലെവലിൽ നിന്ന്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇത് മാർക്കറ്റ് പ്രത്യേകിച്ച് ഒരു ട്രെൻഡോ കാര്യങ്ങളൊന്നുമില്ല. മാർക്കറ്റ് ഒരു സൈഡ് വേസ് മാർക്കറ്റ് എന്ന രീതിയിലാണ് ഹിന്ദുസ്ഥാൻ യൂണിലെവർ റിസെൻറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാം. ഓക്കെ, സൈഡ് വേസ് മാർക്കറ്റ് ആണ് വരുന്നത്. അപ്പം റിസെൻറ്റ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറും പ്രൈസ് ആക്ഷനൊക്കെ നോക്കിയിട്ട് നമുക്ക് റിവേഴ്സൽ ട്രേഡ് ചെയ്യാം. റിവേഴ്സൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് നമുക്ക് റിസ്ക് റിവാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ട്രേഡുകൾ മാത്രം എടുക്കാം. ഇപ്പോൾ നമ്മൾ S4ൻ്റെ താഴെയാണ് സ്റ്റോപ്പ് ലോസ് വെക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു S4ഉം നെക്സ്റ്റ് ടാർഗറ്റ് അറ്റ്ലീസ്റ്റ് ഒരു R3 ലെവൽ, നെക്സ്റ്റ് ലെവലെങ്കിലും ഒരു 1:1.5 ഉണ്ടെങ്കിൽ മാത്രം ട്രേഡുകൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. മിനിമം ഒരു 1:1.5 എങ്കിലും വേണം. കാരണം ഇക്വിറ്റിയിൽ കുറച്ച് അധികം ചാർജസ് ആണ് വരുന്നത്, STT ചാർജസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഒരു 1:1.5 എങ്കിലും ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മൾ ഈ ഒരു സ്ട്രാറ്റജി നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്യുവാണെങ്കിൽ നല്ല അക്യുറസിയിൽ തന്നെ നമുക്ക് ട്രേഡുകൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ മിനിമം ഒരു 1:1.5 ചെയ്ത് ഒരു 60% അക്യുറസിയിൽ തന്നെ നമുക്ക് 60 to 70% അക്യുറസി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഓവറോൾ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ മിനിമം 1:1.5 എങ്കിലും കീപ്പ് ചെയ്യുക. എന്നെങ്കിൽ നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ചിട്ട് നല്ല മൂവ്മെൻറ്റ് വരുവാണെങ്കിൽ അതിനനുസരിച്ചിട്ട് സ്റ്റോപ്പ് ലോസ് ട്രെയിലൊക്കെ ചെയ്ത് മാക്സിമം പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇതാണ് ആ ഒരു റിവേഴ്സലിൻ്റെ ട്രേഡിൻ്റെ ഒരു എക്സാമ്പിൾ. ഇത് വേറൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് പറയാം. HCL ടെക്നോളജിയിലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു റിസെൻറ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രോങ് അപ്സൈഡ് മൂവ്മെൻറ്റ് നടത്തിയ ഒരു മാർക്കറ്റാണ്. അപ്പോൾ നോർമലി ഒരു പുൾ ബാക്ക് എന്തായാലും വരും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്കറിയാം ഈ ഒരു സർക്കിളിൽ നമുക്ക് കാണാം എക്സാക്ട്ലി S3 ലെവലിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം S3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കീ ലെവലാണ്, റിവേഴ്സിലുള്ള ഒരു കീ ലെവലാണ് ക്യാമറ. അപ്പം ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ബൈ എൻട്രി നമുക്ക് എടുക്കാം. കാരണം പല റീസൺസ് ഉണ്ട്. റിസെൻ്റ്ലി മാർക്കറ്റ് അപ്പ് സൈഡാണ്, എന്തായാലും പുൾ ബാക്കിൽ നിന്ന് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു ട്രേഡ് നമുക്ക് അവിടെ നിന്ന് എടുക്കാം. ഇവിടെ നമ്മൾ ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചാലും എങ്ങനെയും ഒരു 1:2 എങ്കിലും മിനിമം ഈസി ആയിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും. അത് തന്നെയാണ് നെക്സ്റ്റ് ഡേ, അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം അത് തന്നെയാണ് എക്സാക്ട്ലി S3 ലെവൽ വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സിൽ വന്നതായിട്ട് കാണാം. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് മാർക്കറ്റിനെ നോക്കാം. ഓക്കെ, മാർക്കറ്റിൻ്റെ റിസെൻറ്റ് സ്ട്രക്ചർ എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ചിട്ടുള്ള ട്രേഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ കൂടുതൽ അക്യുറസി നമുക്ക് കിട്ടും. ഓക്കെ, സോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് ബാക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഉറപ്പ് വരുത്തി കഴിഞ്ഞു. ലൈവ് മാർക്കറ്റിലും കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രം ട്രേഡുകൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ലിമിറ്റേഷൻസ്, നമ്മൾ ഏത് സ്ട്രാറ്റജി എടുത്താലും നമുക്ക് അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രെൻഡ്ലെസ് മീൻസ് തീരെ മാർക്കറ്റ് അല്ലാത്ത മാർക്കറ്റിലെങ്കിൽ അല്ലെങ്കിൽ ഹൈലി വോളാറ്റൽ മാർക്കറ്റിൽ ഈ ലെവൽസ് അത്ര എഫക്റ്റീവായിട്ട് കാണാറില്ല. ഓക്കെ, ദെൻ ഫാൾസ് സിഗ്നൽ ലൈക്ക് എനി ഇൻഡിക്കേറ്റർ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഫാൾസ് സിഗ്നൽസ്, ഹെൻസ് വിത്ത് അതർ അനാലിസിസ് ഓർ മാർക്കറ്റ് സ്ട്രക്ചർ എക്സെട്ര. അതായത് കറണ്ട് ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടി പ്രൈസ് ആക്ഷൻ, മാർക്കറ്റ് സ്ട്രക്ചറൊക്കെ ഇതിൻ്റെ കൂടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല അക്യുറസിയിൽ നമുക്ക് ട്രേഡുകൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്കിതിൽ എങ്ങനെ സ്റ്റോക്ക് സെലക്ഷൻ കണ്ടെത്തുന്നതാണ്. അപ്പോൾ ഞാനൊരു സ്ക്രീനർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, സ്ക്രീനർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് സ്ക്രീനർ. ഒന്ന് ക്യാമറല്ല R4 ബ്രേക്കൗട്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ക്രീനർ ലൈവ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ സ്റ്റോക്കുകളാണോ ബ്രേക്കൗട്ട് നടന്നിരിക്കുന്നത്
റൈറ്റ്, ഏതൊക്കെ സ്റ്റോക്കുകളാണോ ബ്രേക്കൗട്ട് നടന്നിരിക്കുന്നത് അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഒരു സ്ക്രീനറിൽ വരും. ഓക്കെ, അപ്പോൾ പെയ്ഡ് വേർഷനാണ് ഇത്. ആക്ച്വലി ഫ്രീ വേർഷനാണ്. ഫ്രീ വേർഷനിൽ നമുക്ക് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടായിരിക്കും വരിക, ബട്ട് അത് നമുക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യുക ഈ ഒരു സ്ക്രീനിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് ദിവസം മാർക്കറ്റ് നെഗറ്റീവിലായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ബ്രേക്കൗട്ട് സ്റ്റോക്കുകൾ വളരെ കുറവ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് S4 ബ്രേക്ക് ഡൗൺ സ്റ്റോക്കുകളുണ്ട്. അപ്പോൾ അവിടെ ഏകദേശം എല്ലാ സ്റ്റോക്കുകളും ബ്രേക്ക് ഡൗൺ നടത്തിയായിട്ട് കാണാം അല്ലേ, ഒരുപാട് സ്റ്റോക്കുകൾ. ഓക്കെ, കാരണം കഴിഞ്ഞ ദിവസം മാർക്കറ്റ് നെഗറ്റീവ് ആയിരുന്നു. മോസ്റ്റ് ഓൾ ദ സ്റ്റോക്ക് അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ സ്റ്റോക്ക് താഴോട്ടാണ് വന്നിരുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റോക്കുകൾ നമുക്ക് എന്താണ് S4 ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ക്രീനറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരണമെങ്കിൽ ഇപ്പം ഈ ഒരു ഡിഫോൾട്ടായിട്ട് ഫ്യൂച്ചർ സെഗ്മെൻറ്റിൽ മാത്രമേ ഉള്ളൂ, അത് മാറ്റി നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത് അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.